ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ വരാൻ പോകുന്ന അതായത് നാളത്തെ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നാണെങ്കിൽ നിധി എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മുടെ സുഭാഷിന് വേണ്ടിയിട്ട് ഒരു പെണ്ണ് കാണാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാസ്കരനെ വരെ സമ്മതിപ്പിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ നിധി നല്ല അതിസുന്ദരിയായിട്ട് നല്ല സാരിയൊക്കെ ഉടുത്ത് ഇറങ്ങി വരുമ്പം സുധീഷ് കണ്ണുകളിൽ ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ ചെന്നിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. എന്നാൽ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് നിധി ആ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും ആ വിവാഹം മുടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുഭാഷിന് വേണ്ടിയിട്ട് ഒരു ത്യാഗം ചെയ്യാൻ നിധി തീരുമാനിക്കുകയാണ് കേട്ടോ. ത്യാഗം എന്താണെന്ന് നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാനം അറിയാൻ പറ്റുമേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്, എല്ലാവരും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് പെണ്ണും ചെറുക്കനും കൂടെ പോയി സംസാരിക്കട്ടെ എന്ന് പറയാണ്. ശരി, അവർ പോയി സംസാരിക്കട്ടെ എന്ന് പറയാം. അങ്ങനെ സുഭാഷും അതുപോലെ തന്നെ ആ പെൺകുട്ടിയും കൂടി പോയി രണ്ടുപേരും കൂടെ സംസാരിക്കാനൊക്കെ ഇരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ സുഭാഷ് കുറേ കാര്യങ്ങളൊക്കെ തന്നെക്കുറിച്ച് പറയുക, ആ പെൺകുട്ടിയെക്കുറിച്ച് പെൺകുട്ടി തന്നെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ശേഷം അവർ തിരിച്ചു വരികയാണ്. അപ്പം തിരിച്ചു വരുമ്പം പറയുന്നുണ്ട് പെൺകുട്ടി ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞു കേട്ടോ എന്ന് പറയുക. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ ആവുന്നുണ്ടെങ്കിലും പെണ്ണിൻ്റെ അച്ഛൻ പറയുകയാണേ, അതെ ഒരു കാര്യം പറയാം, ഇപ്പം പെൺകുട്ടി യും ആൺകുട്ടിയും കൂടെ സംസാരിച്ചു. ഇന്നത്തെ കാലത്ത് അങ്ങനെ മാത്രമല്ലല്ലോ, സംസാരിക്കാൻ മാത്രമല്ല, ഇനിയിപ്പോൾ അവർ ഫോൺ നമ്പറൊക്കെ കൊടുത്ത് ഫോണിൽ കൂടെയും കുറച്ച് സംസാരിച്ചെടുക്കട്ടെ. അതിനുശേഷം അവർ മാച്ച് ആവും, സെറ്റ് ആവും തോന്നുകയാണെങ്കിൽ നമുക്ക് വിവാഹം നടത്താം, അല്ലാതൊന്നും വിവാഹം നടത്തണ്ട, അങ്ങനെയൊക്കെ മതി എന്ന് പറയുമ്പോൾ സമ്മതിക്കുകയാണ്. നിധിയും അതുപോലെ ഭാസ്കരനും സുധീഷും ഒക്കെ സമ്മതിക്കുകയാണ്. ശരി അങ്ങനെ മതി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഫോൺ നമ്പർ കൊടുത്തോ എന്ന് ചോദിക്കാം. അപ്പം ഉടനെ സുധീഷ് പറയുന്നുണ്ട് ഞാൻ ഫോൺ നമ്പർ കൊടുക്കാമെന്ന് പറയാം. അപ്പം അങ്ങനെ ഫോൺ നമ്പർ, ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ സുധീഷിൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ ഫോൺ നമ്പറാണെങ്കിൽ ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഫോൺ നമ്പറൊക്കെ അവർ കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വിളിച്ച് നിങ്ങൾ സംസാരിക്കണം, സംസാരിച്ച് നിങ്ങൾ സെറ്റ് ആവുന്നുണ്ടെങ്കിൽ വിവാഹം നടത്താം, അല്ലാതെ ഓടിച്ചാടി വിവാഹം നടത്തണ്ടല്ലോ എന്നുള്ളൊരു തീരുമാനത്തിൽ അവരവിടുന്ന് പിരിയുക. പക്ഷേ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഈ പെൺകൊച്ച് എന്തായാലും സുഭാഷ് ചേട്ടൻ സെറ്റാവും, വിവാഹം നടക്കൂന്നൊക്കെ പറയുകയാണ് നികേഷ് ഹരീഷും ഒക്കെ. പക്ഷേ അവർ തിരിച്ച് വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുക. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഉടനെ തന്നെ പൊറോട്ടയാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. സുഭാഷ് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. വിളമ്പി കൊടുത്തിട്ട് നിധിയോട് പറയുന്നുണ്ട് കഴിക്കും നിധി, ഒരു പൊറോട്ട കൂടി കഴിക്കുക എന്ന് പറയാം. അപ്പം നിധി പറയുന്നുണ്ട് അയ്യോ അതോ സുഭാഷ് ഇട്ടാ അത് മതി എനിക്ക്, ഇപ്പോൾ വയസ്സ് നിറഞ്ഞെന്ന് പറയാം. അങ്ങനെ എല്ലാവരും പൊറോട്ടയൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുക. അന്നേരം പറയുന്നുണ്ട് അല്ല നിധിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വന്നിട്ട് ഞാൻ കുക്ക് ചെയ്ത് നിധിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നേനെ എന്ന് സുഭാഷ് പറയും. അപ്പം നിധി പറയാം എന്തിനാ സുഭാഷ് ചേട്ടാ എന്ന് പറയുകയാണേ. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, സംസാരിച്ച് നല്ല രസമായിട്ട് ഒക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സുഭാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഒരു കോള് വന്നു കഴിയുമ്പോഴേക്കും ഉടനെ പറയുന്ന കോള് വരികയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട് സുഭാഷ് ചേട്ടാ ആ പെൺകുട്ടിയെ വിളിച്ച് സംസാരിച്ചോ, അപ്പോൾ പോയി കണ്ടതല്ലാതെ പിന്നെ വിളിച്ച് സംസാരിച്ചോ എന്ന് ചോദിക്കുക. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ഈ സംസാരിച്ചൊന്നുമില്ല, ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് പറയും. അപ്പോൾ സുധീഷ് പറയാം അതിന് ഫോൺ നമ്പർ എൻ്റെ കയ്യിലല്ലേ, ഞാൻ കൊടുത്താലല്ലേ സുഭാഷ് ചേട്ടൻ വിളിക്കുള്ളൂ എന്ന് പറയാം. അപ്പോഴേക്കും നിധി സുധീഷിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക. എന്നിട്ട് പറയും ഇതുവരെ ആ ഫോൺ നമ്പർ കൊടുത്തില്ലേ, അത് സുധീഷേട്ടന് കൊടുക്കണ്ടേ, പിന്നെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് സുധീഷിനോട് ചോദിക്കുക. അങ്ങനെ സുഭാഷിന് ആ ഫോൺ നമ്പർ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കൊടുക്കാം, എന്നിട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ സുധീഷും പറയാം. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ സുധീഷിൻ്റെ ഫോൺ അടിക്കുമ്പോൾ സുധീഷ് എണീക്കാൻ പോവാം. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് വേണ്ടേട്ട ഏട്ടൻ അവിടെ ഇരുന്നു, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറയാം. അങ്ങനെ നികേഷ് പോയി ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുമ്പം ഒരു പരിചയമില്ലാത്ത നമ്പറാണല്ലോ ചേട്ടാന്ന് പറയാം. അപ്പോൾ നിധി പറയാം അതെ നികേഷ് ചിലപ്പോൾ ആ കുട്ടിയായിരിക്കും, ഇന്ന് നമ്മൾ പെണ്ണ് കാണാൻ പോയ കുട്ടിയെ സുഭാഷിനെ വിളിക്കുന്നതായിരിക്കും എന്ന് പറയാം. ഫോൺ കൊടുക്ക് എന്നും പറഞ്ഞ് കൈമാറി വരിക. എന്നിട്ട് ആ ഫോൺ കൊടുക്കുകയാണ് നമ്മുടെ സുഭാഷിനോട്. എന്നിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് എടുക്ക്, കട്ട അതിന് മുമ്പ് എടുത്ത് സംസാരിക്കുന്നൊക്കെ നിധിയും നികേഷും ഒക്കെ പറയുക. അങ്ങനെ സുഭാഷ് ഫോൺ എടുക്കുകയാണ്. ഹലോ എന്നിങ്ങനെ
എന്നിങ്ങനെ വെക്കുക. അപ്പോൾ ആ പെൺകുട്ടി അവിടുന്ന് ഹലോ എന്നിങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോഴും സുഭാഷ് പിന്നൊന്നും മിണ്ടുന്നില്ല. ഇവർ പറയുന്നുണ്ട് സംസാരിക്കുക. അപ്പോൾ സുഭാഷ് ഹലോ എന്ന് വെക്കുമ്പോൾ പെൺകുട്ടി ഇത് എന്താ വെച്ചിട്ട് പോയോ, അനക്കൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയാം. ഇവർ പറയാം സുഭാഷ് ഏട്ടാ എന്തെങ്കിലും സംസാരിക്കുന്നു. ഇവരെല്ലാം കൂടി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പെൺകുട്ടി അന്നേരം ചോദിക്കുകയാണ് സുഭാഷ് ഏട്ടാ എന്നെ മനസ്സിലായോ, ഞാൻ എന്നെ ഇന്ന് നിങ്ങൾ പെണ്ണ് കാണാൻ വന്ന കുട്ടിയെ ഞാൻ എന്ന് പറയാം. അപ്പം സുഭാഷ് പറയാം മനസ്സിലായെന്ന് പറയാം. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുക. അല്ല പരിചയമില്ലാത്ത നമ്പർ കണ്ടപ്പോൾ തോന്നി എന്താ എന്നൊക്കെ പറയുകയാണേ. അപ്പം ഫുഡൊക്കെ കഴിച്ചോന്ന് ആ പെൺകുട്ടി ചോദിക്കുക. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വീട്ടിൽ കുക്ക് ചെയ്തില്ല, പുറത്തുനിന്ന് പൊറോട്ടയെ വാങ്ങിച്ചത്, ഞങ്ങളെല്ലാവരും കൂടെ അത് കഴിച്ചുകൊണ്ടിരിക്കുക. കുട്ടി കഴിച്ചോ എന്ന് ചോദിക്കുക. ഞാൻ കഴിച്ചു. അല്ല നമ്മൾ ഫോണൊന്നും വിളിച്ചില്ല, അതുകൊണ്ട് വിളിച്ചതാ. സുഭാഷ് ഏട്ടന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ പറയാണ്. അപ്പോൾ ഇവർ പറയാം ചില സംസാരിക്കും, ഇവിടെ ഇരുന്ന് സംസാരിക്കണ്ട, അങ്ങോട്ട് മുറ്റത്തോട്ട് ഇറങ്ങി നിന്ന് മാറി നിന്ന് സംസാരിക്കുന്നു പറഞ്ഞിട്ട് നിധിയും കൂട്ടരും കൂടെ തള്ളി വിടുകയാണ് സുഭാഷിനെ. ഇങ്ങനെ സുഭാഷ് ഫോണൊക്കെ എടുത്ത് വെളിയിൽ പോയി നിൽക്കുക. വെളിയിൽ പോയി നിന്ന് ഈ പെങ്കൊച്ചിനോട് സംസാരിക്കുക. അപ്പം നമ്മുടെ ഭാസ്കരൻ അവിടെ ഇരിപ്പുണ്ടേ. ഭാസ്കരൻ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഭാസ്കരൻ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ കേൾക്കുന്നുണ്ട് ആ കുട്ടിയോട് ചോദിക്കുന്നത് എന്താണ് ഇഷ്ടമുള്ള ഭക്ഷണം എന്നൊക്കെ ചോദിക്കുന്നത് സുഭാഷ്. അപ്പോഴേക്കും സുഭാഷ് പറയുന്നുണ്ട് ഞാൻ ആ വീട്ടിലെല്ലാം പാചകം ചെയ്യുന്നത്, രാവിലെ എണീറ്റ് എല്ലാം ചെയ്തിട്ടാണ് ഞാൻ ജോലിക്കൊക്കെ പോകുന്നത്. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് മാത്രം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കി കൊടുക്കും, കാരണം എനിക്കതിനോട് വലിയ താല്പര്യമാണെന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ഭാസ്കരൻ ഫസ്റ്റ് ഇതൊക്കെയായി ഇവൻ ആ പെണ്ണിനോട് ആദ്യം സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റ് പോവുക. എണീറ്റ് അകത്തോട്ട് ചെന്നിട്ട് അവന്മാരോടായിട്ട് പറയാം നിങ്ങളല്ലേ ഇവൻ്റെ ഈ സംസാരിക്കാൻ ഫോൺ കൊടുക്കുള്ളൂ, ഇവൻ സംസാരിക്കാതെ ഇരുന്നാൽ എവിടെന്നേലും ചിലപ്പോൾ പെണ്ണ് കിട്ടും, ഇവൻ സംസാരിച്ച് ആരും ഇവന് പെണ്ണൊന്നും കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറയുക. അപ്പോൾ ഉടനെ സുധീഷ് ചോദിക്കുക അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ, അല്ല നിങ്ങളൊന്ന് കേട്ടു നോക്ക് അവൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എന്നും പറഞ്ഞ് ഭാസ്കരൻ അങ്ങ് കയറി പോവുക. അപ്പം നികേഷ് പറയാം ഞാൻ ചെയ്ത് കേട്ടിട്ട് വരാമെന്ന് പറയാം. അപ്പം നികേഷ് ചെല്ലുമ്പം സുഭാഷ് പറയുന്നത് ഇതൊക്കെയാണേ, അത് രാവിലെ എന്തെങ്കിലും കറി വെക്കും, ആ കറിയുടെ മിച്ചം ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കും, അതെടുത്ത് വൈകിട്ടെടുത്ത് അതൊരു തോരനൊക്കെ ആക്കി ഞാൻ എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അത് കേൾക്കുമ്പോൾ നികേഷും പറയാം ഫസ്റ്റ് പറയാൻ പറ്റിയ സംഭവം തന്നെയല്ലേ പറയുന്നത് എന്നും പറഞ്ഞ് തിരിച്ചു എന്നിട്ട് ഇവരോട് പറയാം ഇതൊക്കെയാ സുഭാഷേട്ടൻ സംസാരിക്കുന്നത്, രാവിലത്തെ കറി എടുത്ത് മിച്ചമുള്ളത് എടുത്ത് വെച്ച് വൈകിട്ട് അത് തോരനാക്കും, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്ത് പറയാനാന്ന് പറയുമ്പോൾ ദിദിയൊക്കെ തലയ്ക്ക് കൈ കൊടുക്കുക എൻ്റെ പൊന്ന് സുഭാഷേട്ടാന്ന് പറഞ്ഞു. അതിനുശേഷം നിധി റൂമിൽ പോയിരിക്കുമ്പോഴേക്കും നിധിയുടെ നാത്തൂനുണ്ടല്ലോ സാന്ദ്ര വിളിക്കുകയാണ്. സാന്ദ്ര വിളിക്കുമ്പോൾ നിധി ഫോൺ എടുക്കുക, ചേച്ചി എന്താ എടുത്തിന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ടല്ല നിനക്ക് എന്നോട് പിണക്കമുണ്ടോ, അരുണേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തതിനെന്ന് ചോദിക്കുക. നിങ്ങളുടെ ഭർത്താവിനോടുള്ള പിണക്കമൊന്നും എനിക്ക് നിങ്ങളോട് ഇല്ല ഏടത്തിയോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും നിന്നെ പകലൊക്കെ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ലല്ലോ, എന്ത് പറ്റി നിധി എന്ന് ചോദിക്കുകയാണ് ഈ ഏടത്തി. അപ്പോൾ പറയാണ് അതെ ഞങ്ങൾ വീട്ടിലില്ലായിരുന്നു, പുറത്ത് പോയിരിക്കുകയായിരുന്നു എന്ന് പറയാം. അപ്പം സാന്ദ്ര ചോദിക്കുക അതെന്താ നിങ്ങൾ പുറത്ത്, അല്ല ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയിരിക്കുകയായിരുന്നു. എവിടെയാണ് നിങ്ങളെല്ലാവരും കൂടെ, ഇതിപ്പോൾ നീ പറയുന്നത് കേട്ടാ ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ നിൻ്റെ ഫാമിലി അതാണോ, ഇതല്ലേ നിൻ്റെ ഫാമിലി എന്ന് സാന്ദ്ര ചോദിക്കുക. അപ്പോൾ നിധി പറയുക അതെൻ്റെ ഫാമിലി അല്ല എന്നല്ലേ എൻ്റെ ഏട്ടൻ പറഞ്ഞത്, നിങ്ങളുടെ ഫാമിലിയിൽ എന്നെ കൂട്ടിയിട്ടുമില്ല എന്ന്. അപ്പോൾ പിന്നെ ഇതെൻ്റെ ഫാമിലി അല്ലേ, ഇവിടെ ഞാൻ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്, സമാധാനത്തോടെ ഇരിക്കുന്നത്, അപ്പം ഇത് സുധീഷിൻ്റെ വീട് എൻ്റെ ഫാമിലി തന്നെയാണ് എന്ന് പറയാം. അപ്പം സാന്ദ്ര പറയും നിനക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റിയല്ലോ, അവിടെ ചെന്ന് അവരൊക്കെ ഒരുമാതിരി ആൾക്കാരല്ലേ, അവരുടെ കൂടെയൊക്കെ ഫാമിലി ആയിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ അതിനെന്താ ഇടത്തി, ഞാനിപ്പോൾ ഇവിടെ സന്തോഷത്തിലല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് ഇത് തന്നെയാണ് എൻ്റെ ഫാമിലി എന്ന് പറയുകയാണ് നിധിയെ. അപ്പം സാന്ദ്ര ചോദിക്കുക നിങ്ങൾ എവിടെ പോയി, അതെ ഞങ്ങൾ സുഭാഷ് ഏട്ടന് പെണ്ണ് കാണാൻ പോയെന്ന് പറയും. സുഭാഷ് ഏട്ടനോ, അതാരോ നിധി എന്ന് ചോദിക്കുക. അതെ സുധീഷിൻ്റെ ചേട്ടനാ സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് മാട്രിമോണി പരസ്യം കൊടുത്ത് ഞാനൊരു പെണ്ണ് കാണാൻ വേണ്ടി പോയതാണ് ഞങ്ങളെല്ലാവരും കൂടെ എന്ന് പറയാണ്. അപ്പോഴേക്കും സാന്ദ്ര പറയാം നീ ഇപ്പം അവിടെ ചെന്നിട്ട് ഇത്രയേ ആയുള്ളൂ, അവിടെ ഒരു ഫാമിലിയോ ശരിക്കും ഒരു രീതിയിലൊന്നും ആയില്ലേ, എന്നിട്ടും നീ ആ വീട്ടിലെ ആളെ പോലെ അവിടുത്തെ ചേട്ടനെ പെണ്ണ് കാണാൻ പോയോ, അതെ ഞാനിപ്പം ഈ ഫാമിലി തന്നെയാണ്, അപ്പം പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ, അതുകൊണ്ട് ഞാൻ പോയി, അല്ലാതെ നിങ്ങളുടെ ഭർത്താവ് പറയുന്ന പോലെ ഒന്നും അല്ല, എന്നെ കാണുമ്പം വെട്ടിക്കൊല്ലാനിരിക്കല്ലേ നിങ്ങളുടെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പം വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരിക സാന്ദ്ര. അപ്പോഴേക്കും നിധി പറയാം എൻ്റെ പൊന്നെ ഇടത്തി ഫോൺ വയ്ക്കുക, ഇനിയിപ്പോൾ എനിക്കൊന്നും സംസാരിക്കാനൊന്നുമില്ല, ഞാൻ സന്തോഷമായിട്ട് ഇവിടെ ഇരുന്നോട്ടെ, ഇനിയിപ്പോൾ നിങ്ങളുടെ ഭർത്താവ് കയറി വരുവാണെങ്കിൽ എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കും, അതുകൊണ്ട് ഫോൺ വെച്ചിട്ട് പോയിക്കോളാം പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ പിറ്റേ ദിവസം നിധിയും അതുപോലെ തന്നെ നികേഷും കൂടെ അമ്പലത്തിൽ പോവാണ്.
അവർ അമ്പലത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുന്ന സമയത്ത് നമ്മുടെ സുധീഷ് ഉണ്ടല്ലോ, സുധീഷിനെ എങ്ങനെയെങ്കിലും നിധിയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ട് നിധിക്ക് വേണ്ടി കഷ്ടപ്പെടുവാണെന്നുള്ള ധാരണ വരാൻ വേണ്ടിയിട്ട് സുധീഷ് അവിടെ ഇങ്ങനെ നിൽക്കുവാണേ, ശയനപ്രദക്ഷിണം ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ വരുമ്പോൾ ഇവരുടെ മുമ്പിലേക്ക് ശയനപ്രദക്ഷിണം ചെയ്താലല്ലേ നിധി ഇത് കാണുള്ളൂ. അതിനുവേണ്ടി ഇവർ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം അതിൻ്റെ ഫ്രണ്ടിലേക്ക് സുധീഷ് അങ്ങ് കിടന്നിട്ട് ശയനപ്രദക്ഷിണം വയ്ക്കുകയാണേ, നാമം ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ശയനപ്രദക്ഷിണം വയ്ക്കുക. പക്ഷേ അത് നമ്മുടെ നികേഷും നിധിയും കാണുന്നില്ല. സുധീഷ് വെറുതെ ഞാൻ പ്രദക്ഷിണം വെച്ചല്ലോ, ഇവർ കണ്ടില്ല, എന്നതേ ആ നടക്കിലോട്ട് പോകാം, അവിടെ പോയി കിടക്കാം, അതിലേ ആയിരിക്കും അവർ ഇറങ്ങി വരുന്നതെന്ന് പറയുക. എന്നിട്ട് അവിടെ പോയി കിടക്കുക സുധീഷ്. എന്നിട്ട് ശയനപ്രദക്ഷിണം വയ്ക്കുക. ഉഡായിപ്പോൾ സുധീഷല്ലേ, ശയനപ്രദക്ഷിണം വെച്ചുകൊണ്ടേ ഇരിക്കുക. അന്നേരവും നികേഷും അതുപോലെ നിധിയും കാണുന്നില്ല. നികേഷ് പറയുന്നുണ്ട്, എടത്തി നമുക്ക് അവിടെ പോയി അവിടെയും കൂടെ ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ വേറെ റൂട്ട് പോവുക. അന്നേരവും നമ്മുടെ സുധീഷ് അങ്ങ് ചമ്മി പോവുക. പിന്നെ എണീറ്റിട്ട് സുധീഷ് അവരിറങ്ങി വരുന്നിടത്തോട്ട് പോയി കിടന്ന് ഉറക്ക നാമം ജപിച്ചുകൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യാം. അപ്പം നമ്മുടെ നികേഷിന് ഈ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുക. നികേഷ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക, ഇത് ആരുടെ ഈ ശയനപ്രദക്ഷിണം നടത്തുന്നേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക. സൂക്ഷിച്ച് നോക്കുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താ നികേഷേ എന്താന്ന് ചോദിക്കുക. എടുത്ത് ഈ സൗണ്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അയാളെ കണ്ടിട്ട് എവിടെയോ പരിചയമുള്ള പോലെ തോന്നുന്നു, നല്ല പരിചയമുള്ള സൗണ്ടും. അപ്പം നിധി പറയാം, പരിചയമുള്ള സൗണ്ടോ? ആ വാ എടുത്തി നമുക്ക് നോക്കാം, ആരാ അതെന്ന് അറിയണ്ടേന്ന് പറയാം. അപ്പം നിധിയും പറയാം, ശരിയാ വാ നോക്കാമെന്ന് പറയാം. അപ്പോൾ അവരിറങ്ങി വന്ന് സുധീഷിനെ നോക്കുക. അപ്പോൾ സുധീഷാണ്ട് ശയനപ്രദക്ഷിണം ചെയ്തേച്ച് ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവരുടെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും ആ സുധീഷേട്ടനോ എന്ന് ചോദിക്കുക നികേഷ്. അപ്പം നിധി ഇങ്ങനെ കണ്ണ് തള്ളി നിൽക്കുക, സുധീഷോ എന്ന് വിചാരിച്ച്. അപ്പോൾ സുധീഷ് ഒന്നും അറിയാത്ത പാതിൽ, ആ നിങ്ങളോ, നിങ്ങളെന്താ ഇവിടെ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പം നികേഷ് പറയാം, ഇത് അമ്പലമല്ലേ, ഞങ്ങളിവിടെ വന്നത് പ്രാർത്ഥിക്കാൻ, ഏട്ടൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നത് ശയനപ്രദക്ഷിണം ചെയ്യാൻ, മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നത് എന്ന് പറയാം. അപ്പോൾ നിധി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പറയാം, നിങ്ങളിവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞേയില്ല കേട്ടോ എന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ നികേഷിന് മനസ്സിലാവുകയാണ് ഇത് മൊത്തം ആക്ടിങ് ആണെന്നുള്ള കാര്യം മനസ്സിലാവുക. നല്ല ആക്ടിങ് എന്ന് പറയുന്നുണ്ട് നികേഷ്. അപ്പം ഇത് പ്രദക്ഷിണം സുധീഷ് പറയാനേ, എനിക്ക് മാത്രം ശയനപ്രദക്ഷിണം വയ്ക്കുമ്പം എന്നെ ഒന്ന് ഉരുട്ടി വിടാൻ ഇവിടെ ആരുമില്ല, മറ്റുള്ളവർക്കൊക്കെ എല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പം നികേഷ് പറയാം, ഞാൻ ഉരുട്ടി വിടാലോ, അതിനിപ്പോൾ എന്താ എന്നും പറഞ്ഞ് നിധിയും നികേഷും കൂടെ ഉരുട്ടി ശയനപ്രദക്ഷിണം പൂർത്തിയാക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. പൂർത്തിയാക്കി എണീക്കാൻ മേലെ ദേഹമൊക്കെ വേദനയാണ്. എടാ നികേഷെ നീ ഒന്ന് പിടിച്ചേടാ എണീപ്പിച്ചേന്ന് പറയാം. അങ്ങനെ നികേഷ് നിധിയും കൂടെ പിടിച്ച് ഒരു സ്റ്റെപ്പയിലേക്ക് അങ്ങ് ഇരുത്തുമ്പോൾ ഹാവ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. അപ്പോഴേക്കും നിധി ചോദിക്കുക, ഇപ്പം എന്തിനാ സുധീഷ് ഈ ശയനപ്രദക്ഷിണമൊക്കെ നടത്തിയത്, വയ്യെങ്കിൽ പിന്നെ ഇതിനൊന്നും പോകണ്ടായിരുന്നല്ലോ എന്ന് പറയാം. അപ്പം സുധീഷ് പറയാം, വയ്യെങ്കിലും ഇത് ചെയ്യാതിരിക്കാൻ പറ്റൂ നിധി, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തേ എന്ന് പറയാം. അപ്പോൾ നിധി ചോദിക്കുക, അതെന്തിനാ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തത്? അല്ല നിധി, നിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നഷ്ടപ്പെട്ടില്ലേ, ആ സർട്ടിഫിക്കറ്റ് എല്ലാം തിരികെ കിട്ടി നിനക്കൊരു ജോലി കിട്ടണേന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ കഷ്ടപ്പെട്ട് ഈ പ്രദക്ഷിണം ചെയ്തത്, അത് നീ എങ്കിലും മനസ്സിലാക്കണ്ടേന്ന് ചോദിക്കുക. അപ്പോഴേക്കും നിധി പറയും, അതിന് വേണ്ടിയിട്ടായിരുന്നോ, അതിന് വേണ്ടിയിട്ട് ഇത്രയൊന്നും സുധീഷ് കഷ്ടപ്പെട്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കയറിപ്പോവാ. അപ്പം നികേഷും പറയാം, സൂപ്പർ ആക്ടിങ് ആയിരുന്നേ എന്ന് പറഞ്ഞിട്ട് നികേഷ് നിധിയുടെ കൂടെ അങ്ങ് പോവാണ്. അപ്പോൾ സുധീഷ് പറയാം, ഒന്നും ആയില്ല, ഇത്രയും കിടന്ന് ഉരുണ്ടത് വെറുതെ ആയി, അവളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാന്ന് വെച്ചതാ, അവളുടെ മനസ്സ് അലിയുന്നു പോലുമില്ല, കരിങ്കല്ലാണോ വാ ഇതൊക്കെ എന്നും പറഞ്ഞ് സുധീഷും അതൊക്കെ എണീറ്റ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ സുഭാഷേട്ടനാണ് ജോലിസ്ഥലത്ത് ഇങ്ങനെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട്, ഒരു ഫ്രണ്ട് വന്നിട്ട്, ഒരു പണിയാരനാണ് വന്നിട്ട് പറയുന്നുണ്ട്, അതെ സുഭാഷേ, എൻ്റെ പെങ്ങൾക്ക് ഒരു വിവാഹാലോചന വന്നു, നല്ലൊരു ബന്ധമൊക്കെ ആയിരുന്നു, പക്ഷേ അവൾക്കതിന് താല്പര്യമില്ല, അവൾ പറയുന്നത് ആ ചെറുക്കനെ വേണ്ട, അവൾക്കതിന് ഇഷ്ടമില്ല എന്നാ, അതിനിപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ സുഭാഷ് പറയാം, നിൻ്റെ പെങ്ങൾക്കല്ലേ ആലോചന, പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നടത്തണ്ട, ഇഷ്ടപ്പെട്ട പയ്യനോടൊപ്പം അല്ലേ അവർ ജീവിക്കേണ്ടത്, ജീവിതകാലം മുഴുവൻ അവളല്ലേ ജീവിക്കേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ ഈ ഫ്രണ്ട് പറയുന്നുണ്ട്, അത് കുറച്ച് പണമൊക്കെ ഉള്ള വീട്ടിൽ നിന്നായിരുന്നു, അതുകൊണ്ട് ഈ വിവാഹം നടന്നു കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അവളെ നിർബന്ധിച്ചതെന്ന് പറയാം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, പണം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, പെങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ അവൾ ദുരിതത്തിലാവും, അതുകൊണ്ട് അവളുടെ ഇഷ്ടം കൂടെ നോക്കി വിവാഹം നോക്കാൻ പറഞ്ഞു കൊടുക്കുകയാണേ. അപ്പോഴാണ് സുഭാഷിൻ്റെ ഫോൺ അടിക്കുന്നത്. ഫോൺ അടിക്കുമ്പോൾ ഈ ഫ്രണ്ട് പറയാം, നിൻ്റെ ഫോൺ അടിക്കുന്നുണ്ടെന്ന് പറയുക. അതിങ്ങടുത്ത് ആരാ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു നമ്പറാണല്ലോ എന്ന് പറയാം. എന്നാൽ ഇങ്ങെടുത്തേ, ഇന്ന് പെണ്ണ് കാണാൻ പോയില്ലേ, ആ കുട്ടിയായിരിക്കും വിളിക്കുന്നതെന്ന് പറയാം. അപ്പോഴേക്കും ഫോൺ അങ്ങ് കട്ടായി പോവാണേ. അപ്പം നമ്മുടെ ആ പെൺകുട്ടി ഓർക്കുന്നുണ്ട്, ഇതെന്താ ഫോൺ എടുക്കാത്തത്, തിരിച്ചും വിളിക്കുന്നില്ലല്ലോ, ഏതായാലും ഒന്നുകൂടി വിളിക്കാം എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പോൾ നമ്മുടെ സുഭാഷ് എടുക്കുക. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാഞ്ഞത്, ജോലിയിലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ സുഭാഷ് പറയാം, അതെ ഞാൻ ജോലിയിലായിരുന്നു, എടുക്കാൻ വന്നപ്പോൾ
കട്ടായിപ്പോയി. എന്നിട്ട് എന്താ തിരിച്ച് വിളിക്കാഞ്ഞെന്ന് ആ കുട്ടി ചോദിക്കുക. അതിപ്പം ഇങ്ങോട്ട് വിളിച്ചില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാഞ്ഞേ എന്ന് പറയുക. അങ്ങനെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, എന്ത് തരം ജോലിയാണെന്നും എത്രമാത്രം ബിൽഡിങ്ങിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ഈ സുഭാഷ് സംസാരിക്കുന്നത്. വീട്ടിലെ ജോലികൾ, ഈ ജോലികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. കുറേ കേട്ട് കഴിയുമ്പം ആ പെങ്കൊച്ചിനങ്ങ് ബോറടിക്കുക. എന്ന് പറഞ്ഞ് ഫോൺ ഇങ്ങനെ സ്പീക്കറിൽ ഇട്ടിട്ട് അതിങ്ങനെ മാറ്റി പിടിച്ചുകൊണ്ട് ഇന്ന് സഹിച്ച് കേട്ട് കേൾക്കുക. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണേ. അതിനൊക്കെ ശേഷം ഉച്ചയാവുമ്പോഴും നമ്മുടെ സുഭാഷ് ഭക്ഷണം കഴിക്കാൻ എല്ലാവരുമായിട്ട് ഇരിക്കുമ്പോഴും ഈ പെൺകുട്ടിയുടെ കോള് വരിക. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ ആ കുട്ടി ചോദിക്കുക, ഭക്ഷണം കഴിക്കുകയാണോ എന്ന് ചോദിക്കുക. ആ അതെ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. കുട്ടി ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുക. ഏയ് ഇല്ല, അമ്മ അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാനെന്ന് പറയുക. എന്താ ഇന്ന് കറി എന്ന് ചോദിക്കുക സുഭാഷ്. അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്കും പോയില്ല, കഴിക്കാറാവുമ്പോഴേ ഞാൻ പോവുള്ളൂ എന്നൊക്കെ പറയുക. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നന്നായിട്ട് പാചകം ചെയ്യും. ഇന്ന് ഞാൻ സാമ്പാറും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ഉണ്ടാക്കിയത്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇന്ന് നന്നായിട്ടൊന്നും മുരിഞ്ഞു വന്നില്ല, ഫ്രൈ ആയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അനിയൻ നികേഷിന് അത് ഇഷ്ടമില്ല, നല്ല ഫ്രൈ ആയിട്ടിരിക്കണം അവന്. ഇന്ന് ജോലി തിരക്കിനിടയിൽ അതൊന്നും സാധിച്ചില്ല എന്ന് പറയാം. അപ്പോൾ ചോദിക്കുകയാണ് ആ പെൺകുട്ടി, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനിയൻ്റെ ഭാര്യയില്ലേ നിധി, പുള്ളിക്കാരി ജോലിയൊന്നും ചെയ്യില്ലേ അടുക്കളയിലെന്ന് ചോദിക്കുക. അപ്പോൾ സുഭാഷ് പറയാം, അതെ, നിധി വന്നിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ, അവൾ അടുക്കളയിലൊന്നും കയറാൻ തുടങ്ങിയില്ല. അല്ലെങ്കിൽ ഞാനാ എല്ലാം ചെയ്യുന്നത്, ഞാൻ കയറണ്ടെന്ന് പറഞ്ഞിട്ടാണ് കയറാത്തത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുക്കിങ്ങിനെ കുറിച്ച് വീണ്ടും വാചാലമാകുക, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് ദേഷ്യം വരും. അത് ഈ സ്പീക്കറിലേറ്റി ബോറടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരു ബോറനാണല്ലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുക. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണേ, ഇതൊരു ബോറനാണല്ലോ, ബോറൻ, ഇയാളും ഞാനും കൂടെ ചേരില്ല, ഞങ്ങളുടെ രണ്ടിൻ്റെയും ടേസ്റ്റ് ഒന്നല്ല. പുള്ളിക്കാരനിങ്ങനെ കുക്കിങ്ങും അതുപോലെ കൺസ്ട്രക്ഷനും അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നേരെയില്ല, സംസാരമേ ബോറാ. ഇതിങ്ങനെ തുടർന്നു പോയാൽ ജീവിതകാലം മുഴുവൻ ബോറാവും. അതുകൊണ്ട് ഈ ബന്ധം വേണ്ടെന്ന് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. പുള്ളിയോട് എങ്ങനെയാണ് ഞാൻ നേരിട്ടിത് പറയുക? അവരുടെ അനിയൻ്റെ ഭാര്യ ഉണ്ടല്ലോ നിധി, ആ കുട്ടിയോട് പറയാം, അല്ലാതെ പുള്ളിക്കാരനോട് നേരിട്ട് പറയാൻ പറ്റില്ല എന്നിങ്ങനെ വിചാരിക്കാം. അങ്ങനെ രാത്രിയാവുമ്പം നമ്മുടെ സുഭാഷൊന്നും എത്തിയിട്ടില്ല. അതേസമയം നിധിയും നികേഷും ഹരീഷും സുധീഷും ഒക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക. സാമ്പാറും ഈ തോരനും ഒക്കെ കൂട്ടിയിട്ട്. അപ്പോൾ ആ മെഴുക്കുവരട്ടിയൊക്കെ അകത്ത് ശരിയാവാത്തത് കൊണ്ട് തന്നെ നികേഷ് പറയുന്നുണ്ട്, ഇതെന്താണോ ഫ്രൈ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയുക. അപ്പോഴും നമ്മുടെ ഭാസ്കരൻ കയറി വരുന്നത് കേട്ടോ. ഭാസ്കരൻ ചോദിക്കുക നിധിയോട്, എന്താ കറി, എല്ലാവരും ഊണാണല്ലോ എന്ന് പറയുക. അപ്പോൾ പറയുന്നുണ്ട് നിധി, സാമ്പാർ, ഈ സാമ്പാർ കൂട്ടി എങ്ങനെ കഴിക്കാനാ, ഞാനേ മോക്ക് ചിക്കൻ 65 കൊണ്ടിട്ടുണ്ട്, മോക്ക് മാത്രം ഇതൊക്കെ കൂട്ടി കഴിച്ച് പരിചയമുണ്ടോ മോക്ക്, അതുകൊണ്ട് മോള് ഈ ചിക്കൻ 65 കൂട്ടി കഴിച്ചോളാൻ പറയാം, ഇവന്മാർക്കൊന്നും കൊടുക്കാൻ പോകണ്ടെന്ന് പറഞ്ഞ് പാഴ്സൽ എടുത്ത് കൊടുക്കുക നിധിയുടെ കയ്യിലേക്ക്. അപ്പോൾ നിധി അത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. സുധീഷിനും ഹരീഷിനും നികേഷിനും കൊടുക്കുക. അവർ കൈയിട്ടൊക്കെ എടുക്കുക. നിധി പറയുന്നുണ്ട് എടുത്തോ എന്ന് പറയുക. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ സുധീഷിന് ഇഷ്ടപ്പെടുന്നില്ല. സുധീഷ് അവിടെ ആളാകാൻ നോക്കുക. ഹൈജീൻ്റെ കാര്യം പറയുക. പെട്ടെന്ന് പറയുക, അങ്ങനെയൊന്നും പാടില്ല, സ്പൂൺ വെച്ചെടുക്കണം, ഹൈജീൻ്റെ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയാം. അപ്പം നികേഷ് കളിയാക്കി തലയാട്ടുന്നുണ്ട് കേട്ടോ. കൊള്ളാന്നേ, ഗോളടിച്ചല്ലോ എവിടെയും കയറി എന്ന് ചോദിക്കുക. എന്നിട്ട് നിധിക്കൊക്കെ സ്പൂൺ കൊണ്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. അങ്ങനെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിധിയുടെ ഫോൺ അടിക്കുന്നത് കേട്ടോ. നിധിയുടെ ഫോൺ അടിക്കുമ്പോൾ നിധി ഫോൺ എടുത്ത് സ്പീക്കറിലിടുക. അപ്പോൾ പറയുന്നുണ്ട്, മറ്റേ ആ കുട്ടിയാണെന്ന് പറഞ്ഞാൽ സ്പീക്കറിൽ ഇടുന്നത്. അപ്പോൾ നിധിയോട് ആ കുട്ടി പറയണേ, അതെ, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചതെന്ന് പറയാം. എന്താ? അല്ല, നിങ്ങളുടെ ചേട്ടനില്ലേ സുഭാഷ്, പുള്ളി ഇന്നലെ പെണ്ണ് കാണാൻ വന്നില്ലേ, ഇന്ന് ഞാൻ 2-3 പ്രാവശ്യം പുള്ളിയെ വിളിച്ച് സംസാരിച്ചു. ഇങ്ങോട്ട് ഒരു കോൾ പോലും വിളിച്ചില്ല, എല്ലാം ഞാൻ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു, സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ രണ്ടും തമ്മിൽ അങ്ങ് സെറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. പുള്ളിയുടെ ടേസ്റ്റൊക്കെ വേറെയാണ്, പുള്ളിയുടെ സംസാരമൊക്കെ വളരെ ബോറാണ്, എനിക്കതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ വിവാഹം നടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, ഞങ്ങൾ സെറ്റ് ആവില്ല എന്ന് പറയാം. അപ്പം നിധിയൊക്കെ ഞെട്ടിപ്പോവുക. നിധി പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, 1-2 പ്രാവശ്യം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാണ് സുഭാഷേട്ടൻ്റെ സ്വഭാവം. സുഭാഷേട്ടൻ വളരെ നല്ല മനുഷ്യനാണ്, ഈ ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് മനസ്സിലാവാഞ്ഞിട്ടാണ്, നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവുമെന്ന് പറയാം. അപ്പോൾ ആ കുട്ടി പറയാം, അതൊന്നും എനിക്കറിയണ്ട, ഇത്രയും പ്രാവശ്യം സംസാരിച്ചിട്ടും എനിക്ക് സെറ്റാവുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഈ റിലേഷൻ മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് എനിക്ക് നേരിട്ട് പുള്ളിയോട് പറയാൻ ബുദ്ധിമുട്ടായിട്ടാണ് നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ ഈ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ, ഇനി കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്.
അപ്പം നിധിക്ക് അങ്ങ് വിഷമാവുക. നിധി ഓർക്കുമോ എന്താ ചെയ്യുക ഇപ്പം, സുഭാഷ് ചേട്ടന് വേണ്ടി ആലോചിച്ചിട്ട് അതും പോയി ഇതും പോയി. അപ്പോൾ സുധീഷ് പറയാം, സുഭാഷ് ചേട്ടനെ സഹിക്കാൻ പറ്റണമെങ്കിലേ ആ സുനന്ദയ്ക്കേ പറ്റുള്ളൂ, സുനന്ദ മാത്രമേ അത് ചെയ്യുള്ളൂ. സുനന്ദയും സുഭാഷ് ചേട്ടനും കൂടെ ആയിരുന്നു ചേരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ആ വിവാഹം നടക്കില്ലല്ലോ. വേറൊരാളെ സുനന്ദയ്ക്ക് വേണ്ടി കണ്ടുവച്ചില്ലേ എന്ന് പറയാം. അപ്പം നികേഷും പറയാം, ശരിയാ, ചേച്ചി ആയിരുന്നെങ്കിൽ, സുനന്ദ ചേച്ചി ആയിരുന്നെങ്കിലേ ചേരുവുള്ളൂ സുഭാഷ് ചേട്ടന്, അതിന് ഇനിയിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. അപ്പം നിധി പറയുന്നുണ്ട്, അതെന്താ ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്ന്, നമുക്ക് ഒന്നുകൂടി ശ്രമിച്ചാലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ ഹരീഷ് പറയാം, ആ നല്ല കാര്യമായി, ഇനി ഇതിന് ശ്രമിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ല് എന്ന് പറയാണ്. അപ്പം നിധി പറയാം, അതെന്താ, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒന്നുകൂടി ശ്രമിക്കാം, അച്ഛനോടുകൂടി നമുക്ക് സംസാരിക്കാം, അങ്ങനെ നമുക്ക് സുനന്ദയുടെ വീട്ടിൽ ഒന്നുകൂടെ ചെന്ന് സുഭാഷ് ചേട്ടന് വേണ്ടി ചോദിച്ചാലോ. അപ്പോൾ സുധീഷ് പറയാം, എൻ്റെ നിധി, നിനക്ക് വേറൊരു പണിയില്ലേ, അങ്ങോട്ട് ചെന്നാൽ അവർ ചീത്ത പറഞ്ഞ് ആട്ടി ഓടിക്കും, അന്നുണ്ടായ സംഭവങ്ങളൊന്നും നീ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം കൂടി, പാവല്ലേ സുഭാഷ് ചേട്ടൻ, സുഭാഷ് ചേട്ടൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്, അതുപോലെ ആ കുട്ടിയുടെയും സുനന്ദയുടെ, അവരെ ഒന്നിപ്പിക്കാൻ പറ്റിയ അതിലും വലിയ കാര്യമൊന്നുമില്ലല്ലോ, അച്ഛനോടുകൂടി സംസാരിച്ചിട്ട് നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ പോയി പെണ്ണ് ചോദിച്ചാലോ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഭാസ്കരനോടും ഇത് സംസാരിക്കുന്നുണ്ട്. ഭാസ്കരൻ പക്ഷേ ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. അതേസമയം നമ്മുടെ നിധി തന്നെ മുൻകൈ എടുത്ത് സുധീഷിനെയും അത് ഹരീഷിനെയും നികേഷിനെയും കൂട്ടിക്കൊണ്ട് സുനന്ദയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അവിടെ ആകുമ്പം ലളിതയുടെ ഭർത്താവും കൂടി നിധിയെ വളരെ മോശമായിട്ട് പറഞ്ഞ് അവിടെ നാട്ടി ഇറക്കിയൊക്കെ വിടുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് വിശേഷത്തിൽ പറയാവേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്